Hi everyone, welcome to Jaify's kitchen. This is Jaify Simon from Jaify's kitchen. I hope that all of you are fine and safe. എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു വൈറ്റ് വൈനിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റംബൂട്ടാൻ വൈനിൻ്റെ റെസിപ്പിയാണിത്. റംബൂട്ടാനിൽ വൈറ്റമിൻ സിയും എയും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. മാത്രമല്ല കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയവയുമുണ്ട്. റംബൂട്ടാൻ്റെ വൈൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഡയബറ്റിക് പേഷ്യൻസിനും ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായി ഉപയോഗിക്കാം. ഇത് നല്ലൊരു ആൻറ്റിഓക്സിഡൻറ്റ് കൂടിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഈ വൈൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. റംബൂട്ടാൻ പിക്കിളിൻ്റെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away, but I've known you too long, it hurts. വൈൻ തയ്യാറാക്കാൻ റംബൂട്ടാൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുക. കുരുവോട് കൂടെയും കുരുവില്ലാതെയും റംബൂട്ടാൻ തയ്യാറാക്കാം. ചുവന്ന റംബൂട്ടാനാണ് വൈനിടാൻ നല്ലത്. മഞ്ഞ റംബൂട്ടാനാണ് ഉള്ളതെങ്കിൽ പുളി കൂടുതലായിരിക്കും. അതുകൊണ്ട് ഷുഗറിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുക. ഞാനിവിടെ കുരുവില്ലാതെയാണ് റംബൂട്ടാൻ എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞ ശേഷം വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കരുത്. തൊലി കളഞ്ഞ ശേഷം നേരിട്ട് വൈൻ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കാം. വൈൻ തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അടുപ്പിച്ച് വയ്ക്കുക. വെള്ളമയം ഒട്ടുമില്ലാത്ത ഒരു ഭരണി അല്ലെങ്കിൽ ഒരു ജാറ്, 2.5 കിലോ ഷുഗർ, കുറച്ച് സ്പൈസസ്, ഒരു പിടി ഗോതമ്പ്, 5 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം എന്നിവ ഒരുക്കി വയ്ക്കുക. വൈനിന് ചേർക്കുന്ന വെള്ളം ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ലെയറായിട്ട് സെറ്റ് ചെയ്യുക. ആദ്യം പകുതി റംബൂട്ടാൻ ചേർക്കുക. ഇതിന് മുകളിലേക്ക് പകുതി പഞ്ചസാര ചേർക്കുക, മസാലകൾ ചേർക്കുക, അവസാനം ഗോതമ്പ് ചേർക്കുക. ഇതുപോലെ തന്നെ വീണ്ടും റംബൂട്ടാനും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർക്കുക. അവസാനം തിളപ്പിച്ചാറിയ വെള്ളം ആഡ് ചെയ്യുക. വെള്ളമയം ഒട്ടുമില്ലാത്ത തവി കൊണ്ട് നന്നായി ഇളക്കുക. ഭരണി നല്ലവണ്ണം അടച്ച് ഒരു തുണി വെച്ച് അടച്ച് കെട്ടിവെക്കുക. 2 ദിവസം കൂടുമ്പോൾ വെള്ളമയമില്ലാത്ത തവി കൊണ്ട് ഇളക്കി കൊടുക്കണം. വെയിൽ ഒട്ടുമേൽക്കാത്തിടത്ത് സൂക്ഷിക്കുക. 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ വൈൻ എടുക്കാം. ഞാൻ 20 ദിവസമാണ് വൈൻ വെച്ചിരുന്നത്. You fade away, as you fade away. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമയം ഒട്ടുമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ കട്ടിയുള്ള തുണിയോ തോർത്തോ ഉപയോഗിച്ച് അരിച്ച് പിഴിഞ്ഞെടുക്കുക. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and അരിച്ചെടുത്ത വൈൻ ഒരു ദിവസം മുഴുവൻ അടച്ചു വയ്ക്കുക. അതിനുശേഷം ബോട്ടിലിലാക്കി സൂക്ഷിക്കാം. 6 ലിറ്റർ വൈനാണ് എനിക്ക് കിട്ടിയത്. ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ വൈറ്റ് വൈൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചുവന്ന റംബൂട്ടാന് പകരം പുളിയുള്ള മഞ്ഞ റംബൂട്ടാനാണ് ചേർക്കുന്നതെങ്കിൽ 15 ദിവസം കഴിയുമ്പോൾ വൈൻ അരിച്ചെടുക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് ഡിയർ. സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സേഫ് ഓൾവേസ്. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away, but I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away.